മിഡിൽ ഈസ്റ്റിൽ നിന്ന് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഒരു വശത്ത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം സമാധാനത്തിന് വേണ്ടി കൈകോർക്കുന്നു, ചർച്ചകൾ നടത്തുന്നു. മറുവശത്ത് ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് മിസൈലുകളും വ്യോമാക്രമണങ്ങളും തുടരുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളി? അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേൽ ലെബനൻ യുദ്ധത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ വെച്ച് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അതീവ പ്രാധാന്യമുള്ളൊരു ചർച്ച നടന്നിരുന്നു. അതിന്റെ ഫലമായിട്ട് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള താൽക്കാലിക സീസ് ഫയർ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ വീണ്ടും നീട്ടാൻ തീരുമാനമായി. ഒന്നും രണ്ടുമല്ല, 45 ദിവസത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയത്. കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസം തോന്നാം. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്ന് മിനിറ്റുകൾക്കകം ഇസ്രായേൽ ലെബനന്റെ തെക്കൻ മേഖലകളിൽ മാരകമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ആശുപത്രികളും മെഡിക്കൽ സെന്ററുകളും പോലും തകർക്കപ്പെട്ടു. ചർച്ചകളിൽ സമാധാനം എന്ന് പറയുകയും യാഥാർത്ഥ്യത്തിൽ യുദ്ധം തുടരുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ എന്താണ് പരിശോധിക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് അമേരിക്കയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇസ്രായേലും ലെബനനും തമ്മിൽ ആദ്യമായിട്ട് ഒരു 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഒപ്പുവെക്കുന്നത്. ഈ കരാറിന്റെ കാലാവധി മെയ് 17 ഞായറാഴ്ച അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വാഷിംഗ്ടണിൽ വെച്ച് 2 ദിവസത്തെ വളരെ നിർണായകമായ ചർച്ചകൾ നടന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് ആണ് ഈ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ചർച്ചകൾ വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഈ പുതിയ കരാർ പ്രകാരം വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. വരുന്ന മെയ് 29-ന് പെന്റഗണിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും മിലിറ്ററി പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സെക്യൂരിറ്റി ചർച്ച നടക്കും. ഇനി ജൂൺ 2, 3 തീയതികളിൽ കൂടുതൽ വിപുലമായ രാഷ്ട്രീയ ചർച്ചകൾ തുടരും. ലെബനന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടും ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ സ്ഥിരമായ സമാധാനം കൊണ്ടുവരാനും വേണ്ടിയാണ് ഈ 45 ദിവസത്തെ സാവകാശം നൽകിയിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ലെബനീസ് ഗവൺമെന്റും ഇതിനെ പിന്തുണച്ചു. തങ്ങളുടെ ജനങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമാകുമെന്ന് അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നയതന്ത്ര മേശപ്പുറത്തെ വാഗ്ദാനങ്ങൾക്ക് യുദ്ധകളത്തിൽ എന്ത് വിലയുണ്ട് എന്ന് ഇസ്രായേൽ വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നീട്ടിയ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനിലേക്ക് കുതിച്ചു. ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് ഹനൂഫ് എന്ന തെക്കൻ ലെബനീസ് ടൗണിലാണ്. അവിടെ ഒരു ഇസ്ലാമിക് ഹെൽത്ത് കമ്മിറ്റിയുടെ സിവിൽ ഡിഫൻസ് സെന്ററിന് നേരെ ഇസ്രായേൽ മാരകമായ ബോംബാക്രമണം നടത്തി. ലെബനൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരൊറ്റ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 3 പേർ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ഓടിയെത്തിയ പാരാമെഡിക്കൽ ജീവനക്കാരായിരുന്നു. കൂടാതെ 22-ലധികം ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതുകൂടാതെ ലെബനന്റെ തീരദേശ നഗരമായ ടൈറിലും ഇസ്രായേൽ വൻതോതിൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് തൊട്ടു മുൻപ് ജനങ്ങളോട് അവിടം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഓർഡർ നൽകിയിരുന്നു. ടയർ മേഖലയിൽ മാത്രമുണ്ടായ ആക്രമണങ്ങളിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പൂർണ്ണമായും തകർന്നു. തൊട്ടടുത്തുള്ള ഹിറാം ഹോസ്പിറ്റലിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇവിടെ മാത്രം 6 ഹോസ്പിറ്റൽ ജീവനക്കാരും 9 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ 37 പേർക്കാണ് പരിക്കേറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വശത്ത് സമാധാന കരാർ ഒപ്പിടുന്നു, മറുവശത്ത് മെഡിക്കൽ ജീവനക്കാരെയും ആശുപത്രികളെയും ലക്ഷ്യമിട്ട് ബോംബുകൾ വർഷിക്കുന്നു. ഇത് എന്ത് തരം വെടിനിർത്തലാണ്? ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ മറ്റൊരു വശം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നത്? അതിന് ഇസ്രായേൽ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. ലെബനൻ ഗവൺമെന്റുമായിട്ടാണ് ഇസ്രായേൽ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹിസ്ബുള്ളയുമായിട്ടല്ല. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമല്ല. തങ്ങൾ ലെബനൻ എന്ന രാജ്യത്തെ അല്ല ആക്രമിക്കുന്നത്, മറിച്ച് തങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഹിസ്ബുള്ളയുടെ താവളങ്ങളെ മാത്രമാണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇസ്രായേൽ മിലിറ്ററി ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം തെക്കൻ ലെബനിലെ 440-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് അവർ തകർത്തത്. ഇതുവരെ 400-ലധികം ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും 1000-ലധികം മാരകായുധങ്ങൾ പിടിച്ചെടുത്തതായും IDF അവകാശപ്പെടുന്നു. ഇനി ഹിസ്ബുള്ളയും തിരിച്ചടിക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേലി നഗരമായ കിരിയത് ഷ്മോനയിലെ മിലിറ്ററി ബാരക്കുകൾക്ക് നേരെ അവർ ഡ്രോൺ ആക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ തലവൻ വ്യക്തമാക്കിയത് തങ്ങളുടെ ആയുധങ്ങൾ ഒന്നിനും പണയം വെക്കില്ല എന്നും ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പ്രതിരോധം തുടരുമെന്നുമാണ്. ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇതിനോട് പ്രതികരിച്ചത് വളരെ തന്ത്രപരമായിട്ടാണ്. വിദേശ അജണ്ടകൾക്ക് വേണ്ടി സ്വന്തം നാടിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സാഹസങ്ങൾ ലെബനന് ഇനി താങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം പരോക്ഷമായി ഹിസ്ബുള്ളയെ വിമർശിച്ചു. ഈ ഒരു ആഭ്യന്തര കലഹവും ഇസ്രായേലിന്റെ ക്രൂരതയും മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന പേടിയിലാണ് ലോകരാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വൻ നയതന്ത്ര നീക്കങ്ങളാണ് നടക്കുന്നത്.
ഒന്നാമത് അമേരിക്കയും ചൈനയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഈ വിഷയത്തിൽ ഇടപെടാമെന്നും അതുപോലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. കൂടാതെ ഇറാന് ചൈന സൈനിക സഹായം നൽകില്ല എന്നും ട്രംപ് അവകാശപ്പെടുന്നു. 2, ഇനി റഷ്യയുടെ ഇടപെടലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE പ്രസിഡന്റുമായി ഈ വിഷയത്തിൽ ഫോണിൽ സംസാരിച്ചു. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഇരു രാജ്യങ്ങളും അടിവരയിട്ട് പറഞ്ഞു. 3, ഇറാന്റെ നിലപാടാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരാഗ്ചി ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ അമേരിക്കയിൽ നിന്ന് ചർച്ചകൾ തുടരാൻ തങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ചൈനയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ മധ്യസ്ഥത സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇനി അയൽരാജ്യങ്ങളുടെ പങ്കാണ്. പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ മോസിൻ നഖ്വി ഇപ്പോൾ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ കൂടുതൽ സുഗമമാക്കാനാണ് പാകിസ്ഥാന്റെ ഈ അടിയന്തര സന്ദർശനം. ഈ യുദ്ധം കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ ഇറക്കുമതി നികുതി 50% വരെ വർദ്ധിപ്പിച്ച് തങ്ങളുടെ കറൻസിയെ സംരക്ഷിക്കാൻ പാടുപെടുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെ ഒരു ചെറിയ ചലനം പോലും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ. പേപ്പറിൽ എഴുതി വെച്ച വെടിനിർത്തൽ കരാറുകൾക്ക് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ലെബനനിൽ നമ്മൾ കാണുന്നത്. ഗവൺമെന്റുകൾ തമ്മിൽ ചർച്ചകൾ നടത്തുമ്പോഴും സായുധ സംഘടനകളും ഇസ്രായേലും തമ്മിലുള്ള പകയിൽ പൊലിഞ്ഞു പോകുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ്. വരുന്ന മെയ് 29 മിലിറ്ററി ചർച്ചകളും ജൂണിലെ രാഷ്ട്രീയ ചർച്ചകളും ഈ ചോരചൊരിച്ചിലിന് ഒരു ശാശ്വത പരിഹാരം കാണുമോ? അതോ ഈ 45 ദിവസത്തെ വെടിനിർത്തൽ മറ്റൊരു കരിനിഴലായി മാറുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.